ശാന്താറാമിന്റെ മഹത്വം അദ്ദേഹം ഒരു ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനാണ് എന്നുള്ളതല്ല, ലോകത്തോളം വളർന്നിട്ടും ജന്മനാടിനെ മറന്നില്ല എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾ അങ്ങയുടെ സേവനം ഞങ്ങൾക്ക് തരൂ തരൂ എന്ന് മുറവിളി കൂട്ടിയപ്പോൾ, കൂറ്റൻ ശമ്പളവും സൗകര്യങ്ങളും കൊണ്ട് പ്രലോഭിപ്പിച്ചപ്പോൾ, ഇല്ല ഇല്ല എനിക്ക് എന്റെ ജന്മനാടിനെ സേവിക്കണമെന്ന് പറഞ്ഞ ആ മനസ്സിന്റെ വലിപ്പം എത്ര ശ്ലാഘിച്ചാലാണ് മതിയാവുക. ആ മഹാപ്രതിഭയുടെ സാന്നിധ്യം കൊണ്ട് ഇന്നിതാ ഈ സദസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല. മനുഷ്യ മനസ്സിന്റെ കാണാക്കയങ്ങളിൽ വിഹരിക്കുന്ന ആ കർമ്മയോഗിയെ, മഹാഭിഷഗ്വരനെ, ഉജ്ജ്വല പ്രതിഭാസത്തെ ഞാനിതാ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ആരും മുഷിയരുത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ മറ്റേതൊരാളും ഒരു മനോരോഗിയാണ്. Every other man is mad. I can prove it. If each and every one of you are ready to come to me and answer my 6 or 7 questions. വലിയ ചില പദവികളിൽ ഇരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനായി നമുക്ക് തോന്നുകയില്ല. പക്ഷെ അയാൾക്കുമുണ്ടാകും ഭ്രാന്ത്, അധികാരത്തിന്റെ ഭ്രാന്ത്, തന്റെ കീഴിലുള്ളവരെ ചവിട്ടിത്തേച്ച് കാൽ കീഴിൽ നിർത്താനുള്ള ഭ്രാന്ത്. ജോർജ് ബുഷിന് ഭ്രാന്തില്ലേ? അമേരിക്ക ഒന്നാം ലോക രാഷ്ട്രമാണെന്നുള്ള അഹങ്കാരം അയാളുടെ സമനില തെറ്റിച്ചില്ലേ? ഇറാഖിലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വെടിവെച്ചും ബോംബിട്ടും അയാൾ കൊന്നില്ലേ? ബ്ലൂ ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച് കുരുന്നുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ?